പ്രേതത്തിന് പേടിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വെറുതെ ഒരു പേടിയില്ലേ? ഇതാ ഒരു രസികൻ പ്രേതം. എന്താണ് ഉണ്ടായേ? തെക്കിയുടെ ഭാഗത്ത് നാക്കൊക്കെ നീട്ടി അവളിങ്ങനെ നിക്ക. ആര്? ബാധ. ശിവ ശിവ. ശിവനല്ല, ബാധ. ആട്ടെ, താൻ ഈ ബാധയെ നേരിട്ട് അങ്ങോട്ട് കണ്ടോ? കണ്ടോന്നോ? പിന്നാരത്തുമ്പി തറവാട്ടിലെ ഷക്കീല തമ്പുരാട്ടിയുടെ അതേ ചായ. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നോമിനൊരു കാര്യം ഓർമ്മ വന്ന്. ഇന്നലെ നാം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ നിൽക്കുക. ഓമിന് അല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആട്ടെ, എന്താണോ ഒരു പ്രതിവിധി അങ്ങ് പറയാ. താൻ മേമന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ മേപ്പാടൻ തിരുമേനിയെ കുറിച്ചോ? കേട്ടിരിക്കണു. ഭൂതപ്രേത പിശാചുക്കളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലെ വേറൊരാളില്ലത്രേ. കാലെടുത്ത് വെച്ചോടത്തോ ഒക്കെ നാശ. അത്രക്ക് വീരനാ. ആ, പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു ദേ മേപ്പാടൻ തിരുമേനി. സമയത്ത് എത്തിയെന്ന് പിന്നെ അല്പം ചക്ക കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാം. ചക്കയല്ല, തക്ക. തങ്കമണിയുടെ എന്താണോ വരാൻ ഇത്ര വൈകിയത്? ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ഒഴിപ്പിക്കലോ? ആ, ഒഴിപ്പിക്കലേ. അത് മെനിയാന്ന് മേമന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കണു. ധാരാളം. അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി 5-5.5 അടി ഉയരം വരും. വെളിച്ച ഈറനൊക്കെ ഉടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കുളിച്ചു വരികയാണേ. ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും. കേറി ഒരൊറ്റ പിടുത്തം. തിരുമേനി കയറി പിടിച്ചോ? ഞാനല്ല, ബാധ കയറി പിടിച്ചു. മൂട് മൊത്തം കളഞ്ഞിരിക്കണു. പിന്നെ കോഴിമുട്ടയിൽ ഒരു പ്രയോഗമായിരുന്നു. ഒരു നാടൻ കോഴിമുട്ട എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് പിടിച്ച് അടിച്ചു കാണും. ഓംലേറ്റ് ഒന്നല്ല. ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാം എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്ത്? വടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ? ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ? ഞങ്ങളെ. എന്തൊക്കെയാണ് ഇവിടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്? ഇവിടുത്തെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓമൻ നിങ്ങളെ കഥകളിയും കഴിഞ്ഞ് ഇങ്ങനെ രാത്രി 12 മണിക്ക് വീട്ടിൽ വന്നപ്പോ ഓമന് കലശലായ ഒരു ആഗ്രഹം, അല്പം പാല് കുടിച്ചാലോന്ന്. രാത്രി 2 മണിക്ക് നല്ല സമയം. അടുക്കളയിലേക്ക് ചെന്ന് പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് തീയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത്? പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ പോയിരിക്കണു. ശിഷ്യ, എന്തോ മിൽക്ക് മൂർത്തി കണ്ടും ചില ലക്ഷണമൊക്കെ. എന്താണ്? ഊണ് കഴിക്കാൻ വേണ്ടി ഊട്ടുപുരയിലങ്ങ് ചെന്നപ്പോ ഞെട്ടി വിറച്ചു പോയി. ഊണ് മേശയും കസേരയും അപ്രത്യക്ഷമായിരിക്കുന്നു. അത് ഇൻസ്റ്റാൾമെന്റ് എടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു. എന്താണാവോ കണ്ട ലക്ഷണങ്ങള്? വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച, കണ്ണുകളൊക്കെ ചുവന്ന കളർ, എന്റെ പിറകിൽ മന്ദം. നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിറകിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കരുതെന്ന്. നീ കഴിഞ്ഞ ആഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ്. 16 സാരേ കിടക്കുന്നത്. മന്ദം മീൻകാരൻ മുഹമ്മദിന് MIG-യുടെ പുറകെ ഒറ്റ ഓട്ടം. അവൻ കണ്ടൊരു ലക്ഷണം. എന്താണ്? ആ കറുത്ത പൂച്ചയുടെ വായിൽ ഒരു ചാള. നാം ഇവിടെ തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആരാണോ അവ ചിരിക്കുന്നത്? തവളയോ? ബാധ. ശിക്ഷ മറ്റേത് കണ്ട് എടുക്കുക. ഇതല്ല, ഭസ്മം എടുക്കാൻ പെട്ടെന്ന് തരൂ. അതെ. ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടിൽ തെക്കേറ്റ് തിരുത് ഉഷാറായിട്ട് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങിക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക. നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റത്ത് പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ. പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ദക്ഷിണയായിട്ട് ഒരു 500 രൂപ ഞങ്ങൾക്ക് തരണം. കേക്കണില്ല. ഓ, ചെവിടെ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് വരിക. ദക്ഷിണയായിട്ടൊരു 500 രൂപ തരണം. കേക്കണില്ലെന്നേ. മറ്റേ ചെവിയിൽ പറയാം. ദക്ഷിണയായിട്ടൊരു 1000 രൂപ തരണം. ഈ ചെവി തന്നെ പറഞ്ഞാ മതി. പെട്ടെന്നൊരു കളം പറിക്കൂ. കബഡി കളിക്കാനാണോ? കബഡി കളിക്കാനല്ല, അവളെ ഈ കാലത്തിലേക്ക് ആവാഹിച്ചിരുത്താൻ ഞാനാണ് പറയുന്നത്. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ?
എന്ന് പറയണം. കണ്ണക്കുളത്ത് കുണ്ടെന്ന് ഏത് കുണ്ടനായാലും കൊള്ളാം, കണ്ടനായാലും കൊള്ളാം, എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാനിവിടെ വിട്ട് പോകില്ല. എന്താണ് നിന്റെ ദൗത്യം? നീണ്ട 5 വർഷക്കാലമായി ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ? വേണ്ട. അയ്യോ, അങ്ങനെയല്ല. നിന്നെ ഞാൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ കണ്ടറിയാമോ? അയ്യോ അയ്യോ നൊന്തുപോയി. തിരുമേനി, അല്ല നമ്മൾ ഇനി ഒന്നും നോക്കണ്ട, വടിയെടുത്ത് തലങ്ങും വിലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത്. പോകാൻ പോകില്ല. അമ്പടി കേമി പോകാൻ പോകില്ല. പോകില്ല പോകില്ല ഞാൻ ഇവിടം വിട്ട് പോകില്ല. ഈ മാന്ത്രികോടിയിൽ മന്ത്രം ചൊല്ലി അവളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും. ഞാനാണ് പറയുന്നത് പിടിക്കാനാണ് പറഞ്ഞത്. പുതിയ അവതാരമായിരിക്കും. വേണ്ട വേണ്ട. உங்க சிறுவருத்துங்க நீங்க யாரு? ഞാൻ ചന്ദ്രമുഖി. நீ ஒழிஞ்சு போகணுமா நான் ஒழிப்பிக்கணுமா? ഇല്ല, ഞാനിവിടെ വിട്ട് ഒഴിഞ്ഞു പോകില്ല. போவாது പോകാതെ போவாது പോവാതെ நீ போக முடியாது. പോക മുടിയാതെ போக மாட்ட. മാട്ടെ. இன்னைக்கு துர்காஷ்டமி, சந்திரமுகி ராஜாவை பழி தீர்க்க போற நாள். ஏய் சந்திரமுகி, இந்த சரீரம் விட்டு நீ ஒளிஞ்சு போயால் நான் உன்னை എന്നെ സഹായിക്കാം. சகாயிக்கா. எனக்கு என்ன வேணும்? എനിക്ക് 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 5 ലക്ഷം രൂപ വേണം. இந்த சரீரம் விட்டு போകാൻ எனக்கு அந்த 5 ലക്ഷം രൂപ. അയ്യോ, ശരീരം വിട്ടു പോകാനല്ല. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി 5 ലക്ഷം രൂപ യുവമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല.